DC ബുക്സ് പബ്ലിഷ് ചെയ്ത അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് ഇത്രയും വർഷത്തിന് ശേഷം ഇന്നാണ് ഞാനിത് വായിച്ച് കഴിയുന്നത്. ഒറ്റവാക്കി പറഞ്ഞ ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ തന്നെ ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇതൊരു സാഹിത്യ സൃഷ്ടിനേക്കാൾ ഉപരി നിങ്ങളൊരു സിനിമാറ്റിക് നോവലായിട്ട് വായിക്കുകയാണ്. അപ്പൊ എനിക്ക് വായിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതായത് ഒറ്റവാക്കി പറഞ്ഞ ഒരു വിനീത് ശ്രീനിവാസന്റെ ഒക്കെ ഹൃദയം സിനിമയൊക്കെ പോലെ ചെന്നൈയിൽ നടക്കുന്ന കഥയാണ്. അപ്പൊ അങ്ങനെ ചെന്നൈ പാസവും ഇതൊക്കെ ഉണ്ട്. ഒരു 6-7 കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെ ഒരു ഫീൽ ഗുഡ് റൊമാൻസ് ട്രാക്കിൽ പോകുന്ന ഒരു സിനിമ പോലെ പോണ ഒരു പുസ്തകമാണ്. പിന്നെ സാധാരണ നമ്മളൊരു ബുക്ക് ഇങ്ങനെ തുടങ്ങി അറിയാലോ, ഇപ്പൊ ആൾക്കാർക്ക് ക്ഷമയില്ല, സിനിമ കാണാൻ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ക്ഷമ കുറവാണ്. പക്ഷെ ഇത് വായിച്ചു തുടങ്ങിയ പോണറിയില്ല, ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊരു സിനിമ പോണ പോലെയാണ് ഇതിന്റെ ആ കഥയുടെ പോക്ക്. അങ്ങനത്തെ കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ സിനിമക്ക് വേണ്ട എല്ലാ ചേരുവകളും എല്ലാ ഘടകങ്ങളും ഉണ്ട്. സിനിമക്ക് വേണ്ട ഒരു ഗ്രാൻഡ്യൂർ ഉണ്ട്. അതായത് സാഹിത്യത്തിനേക്കാൾ ഉപരി നമ്മളൊരു സിനിമയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട ചില സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കഥ. എന്നാൽ ഇതിന്റെ പ്രശ്നമായിട്ടും മെയിനായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ സാഹിത്യത്തിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ വായനക്കാർ, പുസ്തകത്തിനെ സാഹിത്യത്തിനെയൊക്കെ സ്നേഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞ പ്രശ്നവും എനിക്കിതിൽ ഫീൽ ചെയ്തത് ഇതിലെ ലാംഗ്വേജ്, അതായത് ഭാഷ. അതായത് കഥയുടെ ക്രൂഷ്യൽ പോയിന്റ്സിൽ പോലും ചില സ്ഥലത്ത് ഭയങ്കര പൈങ്കിളി ആയിട്ടാണ് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അയാൾ കഥ എഴുതുകയാണെങ്കിലും മോഹൻലാലല്ലേ, സാഗർ കോട്ടപ്പുറത്തിന്റെ ചില നോവലിസ്റ്റുകൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ വനിതയിലും മംഗളത്തിലും മനോരമയിലും ആഴ്ചപ്പതിപ്പിലൊക്കെ വന്നിട്ടുള്ള പണ്ടത്തെ അങ്ങനത്തെ കഥകളുണ്ടല്ലോ, പൈങ്കിളി സാഹിത്യം പോലെ. ആ ലെവലിലേക്കാണ് ചില സമയങ്ങളിൽ ഇതിന്റെ കോൺവെർസേഷൻസ് ഒക്കെ പോകുന്നതും. പിന്നെ അത് ഏറ്റവും ക്ലൈമാക്സിൽ ഒരു മെയിൻ ഇമോഷണൽ സ്ഥലത്ത് പോലും കരിമീനായിട്ട് ഉപമിക്കണ ചില ഡയലോഗൊക്കെ ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞു പോണ ലെവലിലേക്ക് അതൊക്കെ തോന്നി. ശരിക്കും ഈ കണ്ടന്റിൽ സംഭവം ഇറക്ക് ഇതിന്റെ കോറായുള്ള കഥയിലും ഇതിലൊക്കെ ഇപ്പൊ സിനിമക്ക് വേണ്ട എല്ലാ ചേരുവ ഇതുണ്ട്. ടുവേർഡ്സ്, അതായത് ത്രൂ ഔട്ട് ഒരു ഫീൽ ഗുഡ് റൊമാൻസ്, ആ വേൾഡ് ബിൽഡിങ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കും ക്ലൈമാക്സിലായിട്ട് പോകുമ്പോൾ ഒരു സസ്പെൻസ് ട്വിസ്റ്റ്, പിന്നെ ചില ത്രില്ലർ ഡ്രാമാറ്റിക് ഉള്ള എലമെന്റ്സ് ഉണ്ട്. എന്നാൽ കുറേയൊക്കെ ക്ലിഷേ എലമെന്റ്സ് ഉണ്ട്, കുറേയൊക്കെ നമ്മൾ പലയിടത്തും കേട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ ബുക്ക് ഇറങ്ങുന്നത് 2020-ലാണ്. ആ സമയത്ത് ട്രാൻസ്ജെൻഡർ കണ്ടന്റ്സ് ഇതൊക്കെ തുടങ്ങുന്ന സമയമാണ്. എന്നാൽ പിന്നീട് ഇപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ പേരൻപ്, കാതൽ, ഇഷ്ടം പോലെ സിനിമകളിലൊക്കെ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇഷ്യൂസ് ഇതൊക്കെ ഇത് ഇറങ്ങുന്ന സമയത്ത് ഇത് ഫ്രഷ് ആയിരുന്നു. അപ്പൊ എന്നാലും ആ ഒരു ഫീലും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിന്റെ ആ ഒരു കണ്ടന്റ്, സിനിമക്കുള്ള ആ ഒരു ഗ്രാൻഡ്യൂർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വായിച്ചിരിക്കാൻ നല്ല രസമാണ്. നല്ല സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ഞാൻ സ്പീഡിൽ വായിച്ചത്, നല്ല രസമായിട്ടാണ് വായിച്ചത്. റാം കണ്ടോ, റാം ആക്ച്വലി ഈ എഴുത്തുകാരൻ തന്നെയാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ റാം എന്നുള്ള ക്യാരക്ടർ തന്നെ ഭയങ്കര പൈങ്കിളിയാണ് ആക്ച്വലി. അപ്പൊ അത് ഈ എഴുത്തുകാരന്റെ റിഫ്ലക്ഷൻ തന്നെയാണോ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ ഇതിലെ ഈ ഡയലോഗ്സിലാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പല്ലിളിച്ച് കാണിച്ചു, കണ്ണിറുക്കി കാണിച്ചു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വരാറുണ്ട് ഇങ്ങനത്തെ ഡയലോഗ്സ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഡയലോഗ്സും ഈ എഴുത്തും തന്നെയാണ് ഈ പുസ്തകത്തിലൊരു മെയിൻ കല്ലേടിയായിട്ട് തോന്നിയത്. അതായത് ഇതിന്റെ കണ്ടന്റ്, ഇതിന്റെ കഥ വെറുതെ സിനിമക്ക് വേണ്ട ആ രീതിയിൽ ഒരു രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഇതിലെ എഴുത്ത്, ഡയലോഗ്സ്, ഭാഷയൊക്കെ ഭയങ്കര വീക്കാണ്. ഭയങ്കര ആ ഒരു പൈങ്കിളി ക്രിഞ്ച് ലെവലിലായിട്ടാണ് പോകുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ വായന കുറഞ്ഞു വരിക എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ടീനേജേഴ്സിനെ, ചെറുപ്പക്കാരെയൊക്കെ വീണ്ടും വായനയിലായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഒറ്റ പുസ്തകം കാരണമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.